പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന മുതലാണ് ഈ കാണുന്നത്. ഉറങ്ങാനുണ്ടോ അതോ നമ്മളെ നമ്മളെ ഉറങ്ങിക്കോട്ടെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടി ഇൻട്രോ പറഞ്ഞ് അടയരുത്. അപ്പൊ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ചേച്ചിമാരെ ചേട്ടന്മാരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പറയുന്നൊക്കെ പറയുന്നേ നമുക്ക് മനസ്സിലാവില്ല. അടയരുത്. അപ്പൊ എന്തിനാ കിച്ചൺ നമ്മൾ വന്നിട്ടുള്ള അതെ ആദൂസിന് നമ്മള് വളരെ നല്ല പ്രൊഡക്ട്സ് ആണ്. അത് നമുക്ക് എന്താ പറയുക റേറ്റ് കുറവില്ല, ഓഫർ പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വന്നിട്ടുള്ള കുട്ടി പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, അവർക്ക് യൂസ് ചെയ്യുന്ന പാമ്പേഴ്സ്, പിന്നെ മെഡിസിൻസ്, പിന്നെ അതുപോലെ തന്നെ വൈപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാ അല്ലെ കിച്ചോ. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ കൂടിയിട്ട് വാങ്ങുക. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അല്ലെ. അല്ലാണ്ട് ഇപ്പൊ പ്രൊഡക്ട്സിന്റെ എന്താ പറയാ നമ്മള് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കൂടിയിട്ട് പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണായിട്ടാ നമ്മളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്നത് ഈ ഒരു മുതലിനാണ്. ഈ കാണുന്ന സാധനം എന്തുട്ടായിച്ചോ ലിറ്റിൽ ഏഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിയോളുടെ പാമ്പേഴ്സ് ആണ് കാണുന്നത്. ഇത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല ഓർഡർ ചെയ്ത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഏകദേശം എത്ര ചോദിച്ചു റേറ്റ്? 84 പീസ്. ഈ ഒറ്റണത്തില് 44 പീസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു ബാഗ് കൂടി ഉണ്ട്, അത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് കേട്ടാ. എന്തായാലും ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ കാണായിട്ടാ. അതാണ് ഇപ്പൊ നമ്മളെ മുതൽ എണീച്ചിട്ടുള്ളത്. നമ്മൾ പൊക്കി കാണിച്ചു ഇട്ടിട്ടുള്ള റിവ്യൂ നിങ്ങൾ കണ്ടില്ല എന്ന് പറയണ്ട. വളരെയധികം കംഫർട്ട് ആട്ടാ. എത്ര മണിക്കൂറൊക്കെ നമുക്ക് വെച്ചു? അത് 12 മണിക്കൂർ. ഇങ്ങനെ കമ്മിന്ന് എടുക്കുന്നത് വളരെയധികം ഇഷ്ടാട്ടാ. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് കഴിഞ്ഞുട്ടാ. ഒന്നുകൂടി കണ്ടോ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടാ. നിങ്ങൾക്ക് ആവശ്യം വെച്ചെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കോട്ടാ. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണായിട്ടാ. എന്റെ നല്ല റേറ്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ എന്താ റേറ്റിന് പറയാ വൈപ്സ്, ബേബി വൈപ്സ് എന്ന് പറയാം. അങ്ങനെയുള്ള മേലും പിന്നെ ആപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്ര പെട്ടിയാ കിച്ചു? ഈ ഒരു ബോക്സിൽ എത്ര എണ്ണമാണ്? 6 എണ്ണല്ലേ കണ്ട. ഈ ഒരു ബോക്സിൽ 6 എണ്ണത്താ വരുന്നത്. എന്തായാലും എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം അപ്പൊ അതിനെ നോക്കി വാങ്ങിക്കോട്ടെ. കണ്ട ഇതാണ് കാണുന്നത് കേട്ടാ. ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പൊ 2 എണ്ണം എക്സ്ട്രാ വേറെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ഓഫറിൽ കണ്ടോക്കുമ്പോൾ ഇതുപോലെ ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും എന്താ പറയാ ഇതിന്റെ ആ ഒരു ഹ്യൂമിഡിറ്റി ഇല്ലേ, ആ സംഭവം പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എടുക്കണ്ടോ. നല്ലോണം ഉണ്ട് കേട്ടോ. നമ്മളെ ഈ എന്താ പറയാ റോയൽ സ്പ്രേയുടെ ഒക്കെ ഒരു സ്മെല്ലാട്ടാ. നല്ല സ്മെല്ലാട്ടാ. കണ്ടാ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ളതാ. നോവൽ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ബ്രാൻഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാ. നല്ല പോലെ ഇതില് ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ അതാവുമ്പോ കുട്ടികളുടെ മേലൊക്കെ തുടയ്ക്കാൻ അടിപൊളിയായിട്ട് കിട്ടും അല്ലേ. 50 പീസിന്റെ ഒരെണ്ണത്തിൽ 50 പീസിന്റെ അത് കിച്ചു പറയുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ സംഭവം ഞാൻ നോക്കട്ടെ. ചിലതില്ലേ നമ്മുടെ ഹിമാലയുടെ ഒക്കെ ബേബി വെബ്സ് യൂസ് ചെയ്യുമ്പോ മുഖത്ത് ചെറിയൊരു നീറ്റുണ്ടാവും. ഇത് അങ്ങനെ അറിയില്ലല്ലോ. ഇതപ്പോ ഒക്കെ കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ ബേബി വൈപ്സ് എടുത്തിട്ട് ഫോണിന്റെ സ്ക്രീനൊക്കെ തുറക്കാൻ. ഈ ഗ്രീൻ ക്യാച്ചറും പിന്നെ അതുപോലെ തന്നെ അവിടെ ഫോട്ടോ ഞാൻ വരച്ചതുണ്ട്. അത് പരിപാടി. അപ്പൊ உங்களுக்கு മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 സാധനങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് നമ്മൾ ആ ദിവസം ഉപയോഗിക്കുന്ന മെഡിസിൻസ് കേട്ടോ. അപ്പൊ അത് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജലദോഷത്തിനൊക്കെ മൂക്കടപ്പ് വരുമ്പോ
ഇവൾക്കൊരു സ്വഭാവം ഉണ്ട്. പാല് കുടിച്ചു കഴിഞ്ഞാല് കുറച്ചേരം കഴിയുമ്പോ പാല് മുക്കി കിട്ടും. ചെറിയ സ്വഭാവം ഉണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ മൂക്കിലൊറ്റിക്കാൻ കുറുങ്ങലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. 2 തുള്ളി വെച്ചിട്ടല്ലേ മൂക്കിലൊറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എഴുതിട്ടോ. സാലിൻ നാസൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കേട്ടോ. മൈക്രോ NS ഡ്രോപ്സ് മെഡിസിൻസ് അല്ലേ. ഇതിപ്പോ ഭയങ്കര കുറുങ്ങലായ കാരണം നമ്മള് കൊണ്ടുപോയി കാണിച്ചത്. ഇല്ല ഞങ്ങൾ കാണിക്കില്ല. അതെ 10 ml ആണ് കേട്ടോ ഈ ഒരു ബോക്സ്, ഈ ഒരു കുപ്പിയിൽ വരുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കണ്ണായിട്ട് കേട്ടോ. നമ്മള് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു വിറ്റാമിനാണ് D3 എന്ന് പറഞ്ഞിട്ട് അല്ലേ കിച്ചോ? ഇതിപ്പോ നമ്മൾ എത്ര മാസം വരെ കൊടുക്കണം? 1 വയസ്സ് വരെ അല്ലേ. ഇപ്പൊ നമുക്കിപ്പോ 3 കുപ്പി വെച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടിണ്ടല്ലേ കിച്ചോ? എവിടുന്നത്? ദേവസ്വം, നമ്മളെ ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. നമ്മളെ മാക്സിമം പിള്ളേരുടെ മരുന്നും മെഡിസിൻസ് ഒക്കെ നല്ലത് കിട്ടണമെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി കേട്ടോ. അവിടുത്തെ ദിവ്യ ഡോക്ടർ അടിപൊളി ഡോക്ടർ അല്ലേ. നല്ല പോലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അടിപൊളി ഡോക്ടറാണ്. നല്ല ചികിത്സയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നന്നായി നോക്കും അതന്നെ. അതെ കുട്ടിയൊക്കെ ഇട്ടിരുന്നു ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ 3 ബോക്സ് ഉണ്ട് കേട്ടോ. അത് എത്ര? 1 ml വെച്ചിട്ട് ഡെയിലി കാലത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ വേറെ മെഡിസിൻസ് ഒന്നും ഇല്ല അല്ലേ. പിന്നെ ക്രീം ഇതാ ബേബി ക്രീം ആട്ടാ, ഡ്രീം ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഹിമാലയന്റെ ഇതും കുഴപ്പമില്ല. ഹിമാലയന്റെ പ്രോഡക്റ്റ് വളരെയധികം ഡേഞ്ചർ ആട്ടാ, ഒരിക്കലും യൂസ് ചെയ്യരുത് നിങ്ങള്. അതെ പിള്ളേരുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യൂസ് ചെയ്യുന്നവരുടെ. ഇത് ലോഷനാ, കുളി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് മേത്ത് തേച്ച് കൊടുക്കും. പിന്നെ ചെറുതിന്റെ മേത്തെ ചെറുതായിട്ട് ഇങ്ങനെ തരി പൊന്തിണ്ടായിരുന്നു അല്ലേ. അതെ ചെറിയ പിള്ളേർക്ക് ചിലപ്പോ കൊതുക് കടിച്ച അലർജി പോലെ വരും. അലർജി ചെറിയ കുരുക്കള് പോലെ. അതെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടാ കലാമിൻ. ഇത് നമ്മൾ വലിയ ആൾക്കാരും ഇതാക്കിയും തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കലാമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടോ? പിന്നെ നഖം വെട്ടിയില് ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയതാ കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓ ഇത് കിട്ടുന്നില്ലോ, കിട്ടില്ല. ലെൻസ് ഉള്ള ടൈപ്പ് ഓട്ടൊക്കെ കണ്ട നല്ല രസമാണ് വെട്ടാൻ വേണ്ടിയിട്ട്. കുഞ്ഞി ലെൻസ്, കുഞ്ഞിക്കൈൻ്റെ നഖം കാണാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞി ലെൻസ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമഷി. ഇതെങ്ങനെയാ ഉണ്ടാക്കിയിട്ടുള്ളത്? നെയ്യല്ലേ? നെയ്യ് ഒഴിച്ചിട്ട് പൂവാങ്കുറുന്നല അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. പൂവാങ്കുറുന്നലയുടെ നീരെടുത്തിട്ട് തുണിയിലാക്കും. എന്നിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും. എന്നിട്ട് അത് നെയ്യിൽ വെച്ച് കത്തിച്ചിട്ട് നെയ്യിലിട്ടിട്ട് മുക്കും. എന്നിട്ട് അത് പിന്നെയും വെയിലത്തിടും. എന്നിട്ട് ഉണങ്ങിയിട്ട് കുഞ്ഞു പിള്ളേരുടെ കണ്ണിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തെ തൊട്ടിട്ട് ഉണ്ടാക്കണ ഒരു കൺമഷിയായിട്ട് ഈ കാണുന്ന ഐറ്റം. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുക. കണ്ണിൽ എഴുതാൻ പാടില്ല ഡോക്ടർമാര് പറയും. ഇതൊന്ന് ഊരിയ ക്യാപ്പ് ഊരിയ അത് കൊറേ കാലം യൂസ് ചെയ്യാറുണ്ട് കേട്ടാ. കറക്റ്റ് നെയ്യില് പൂവാങ്കുറുന്നല മൺചട്ടിയിൽ ഇട്ടിട്ട് കത്തിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഐറ്റം. ഉണ്ടാ ഇതാണ് ഇപ്പൊ നമ്മുടെ ചെറുതിന്റെ മുഖത്ത് എഴുതി കൊടുത്തിട്ടുള്ളത്. ഗൈസ് ഞങ്ങൾ അടച്ചിലാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെറിയ മുതലുകൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനുള്ള ഒരു തുള്ളി മരുന്ന് കേട്ടോ, പാരസെറ്റമോൾ എന്ന് വെച്ചിട്ട്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, ഫസ്റ്റ് വാക്സിൻ എടുത്തതിന് ശേഷം തരുന്നതാട്ടോ ഇത്. കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് പനി വരും ഇഞ്ചക്ഷൻ എടുത്ത് വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് എന്തുട്ടാ, ഇത് 2 മരക്കൊമ്പ് കൊടുക്കണ്ടല്ലോ. വയമ്പ് അല്ലേ, ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളെ ചടങ്ങിന് വേണ്ടിട്ട് വെറുതെ വാങ്ങിട്ട് ഇതാക്കിയതാ. പിന്നെ കളഞ്ഞിട്ടില്ലേ, ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എടുത്ത് വെക്കാൻ. അടുത്ത കുട്ടികൾ ഇനി അടുത്ത എത്ര പിള്ളേരാ? 4 4 നമ്മള് ടോട്ടൽ ഒരു 5 പിള്ളേരിനെ പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ. അയ്യോ എന്തേലും പറയണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മള് വാവയ്ക്ക് യൂസ് ചെയ്യുന്നത് ഏതാ കിച്ചോ? സോപ്പ്
ടെഡി ബാർ യൂസ് ചെയ്യണില്ല, ഇപ്പൊ യൂസ് ചെയ്യുന്നത് സെബാമിന്റെ ആണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഹിമാലയ അങ്ങനത്തെ പ്രോഡക്ട്സിന്റെ സോപ്പ് ഒരിക്കലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ. ഇത് ഡോക്ടറുടെ സജഷൻ പ്രകാരം മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടൂല, ഓൺലൈനിൽ കിട്ടുള്ളൂ. ഓൺലൈനിൽ വാങ്ങിയതല്ല നമ്മള്. ക്രീം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടെഡി ബാറിന്റെ അല്ലേ ഏറ്റവും നല്ല പ്രോഡക്ട്സ് ആട്ടോ ഈ പറയുന്നത്. സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോ നമ്മള് ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നീ എന്താ പിന്നെ പറയുന്നത്? pH ലെവൽ അല്ലേ, pH ലെവലുള്ള സോപ്പ് മാത്രം ചെറുതുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. സോഫ്റ്റ് സ്കിൻ നമ്മുടെ പോലെ ഭയങ്കര ഡ്രൈ സ്കിൻ അല്ല അതുപോലെ കേട്ടോ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് സെബാമിന്റെ അല്ലേ, സെബാം. അപ്പൊ ഇതിൽ 2 എണ്ണം ഉണ്ട് അല്ലേ, അതൊന്ന് പൊട്ടിച്ചേ. സെബാമും ടെഡി ബാറും ഒക്കെ നല്ല ബ്രാൻഡുകളോ കേട്ടോ. pHന്റെ ലെവല് കുറവുള്ള സോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. കണ്ടോ, സോപ്പ് വയ്ക്കാനുള്ള കുഞ്ഞി സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം. ഇതാ 2 സോപ്പാട്ടോ ഉള്ളത്. ഇത് എത്ര ഏകദേശം 450-40 സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഉണ്ട്, നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറെ കാലം ലാസ്റ്റ് ചെയ്ത് വെക്കും അല്ലേ. നമുക്കിത് എത്ര അത്യാവശ്യം മാസങ്ങൾ യൂസ് ചെയ്യാം. ഇതെന്തോ ഉറങ്ങാണോടി ആദുഷേ അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇന്നിപ്പോ വേറെ ഒന്നല്ല, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തി നിങ്ങൾ ഇതിപ്പോ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടും, നമ്മൾ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം അത്രേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ഇട്ട് അതെ നമ്മളത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പക്കയായിട്ട് തോന്നി, അതാണ് ഞങ്ങൾ ഫുൾ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ബേബി ഐസ്, D3യുടെ വിറ്റാമിൻസ്, പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ് ഒരിക്കലും നിങ്ങൾ എന്താ പിള്ളേരെ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക അല്ലേ. എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നല്ല ഏതെങ്കിലും ഡോക്ടറെ പോയിട്ട് കാണുക. അതുപോലെ തന്നെ വയറ്റിനൊക്കെ പോവാതിരിക്കുന്ന സമയത്ത് നമ്മ പണ്ടത്തെ കാരണന്മാര് പറയാറുണ്ട് മുന്തിരിനീര് കൊടുക്കാൻ, മുന്തിരിനീര് പുളിയുടെ മൂട്ടിൽ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയട്ടെ. അതൊക്കെ ചെയ്യരുത്. ഞങ്ങളുടെ ഡോക്ടർ ഇവിടെ 2-3 ദിവസം പോയില്ല, അപ്പൊ ഞാനും പോയി. ഞങ്ങൾ 2 ആൾക്കാരും പോയി ഡോക്ടറെ കണ്ടു, ദിവ്യ ഡോക്ടറാണ് ചോദിച്ചു. അപ്പൊ ദിവ്യ ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ വെള്ളം കുടിക്കാം നല്ലോണം. അതിപ്പോ മെയിൻ ആയിട്ട് എന്താ പ്രശ്നം ഉണ്ടായെന്നറിയോ, വെള്ളം കുടിക്കാതെ ആയോക്കുമ്പോ കുട്ടിയുടെ മോഷൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് പുറത്തേക്ക് വരാണ്ട് നിന്നിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ അപ്പൊ തന്നെ ഒരു മെഡിസിൻ തന്നു, അവരുടെ ബാക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പെല്ലറ്റ് പോലത്തെ സാധനം. അത് അവിടുത്തെ നേഴ്സ് തന്നെ വെച്ചെന്നു. എന്നിട്ട് വരണ വഴിക്ക് അവൾ കാറിൽ ഇരുന്നിട്ട് തന്നെ അവള് മോഷൻ പോയിട്ട് നല്ല സുഗന്ധം ഞാൻ. പക്ഷെ വെള്ളം കൂടി കറക്റ്റ് ആയപ്പോ ഇപ്പൊ എല്ലാ ദിവസവും പോകുന്നുണ്ട്. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു സാധാരണ. അല്ല, വീട്ടിലേക്കുള്ള യാത്ര അങ്ങോട്ടും കൊണ്ട് യാത്രയൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി പൊട്ടിക്കുക. പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും